ഹലോ ഗായ്സ്, അപ്പം ഞാൻ പിന്നെയും വന്നിരിക്കുന്ന ഗൈസ്. നമ്മളൊരു മൈൻക്രാഫ്റ്റാണോ വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഇത് സാധാരണ റിയൽ മൈൻക്രാഫ്റ്റ് ഒന്നുമല്ല ഗൈസ്, ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ഗൈസ്. അവിടെ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെയാണ്. അത് ഉറങ്ങട്ടെ ഗൈസ്. മിന്നലിനെ ഗൈസ് എന്തെങ്കിലും പൊട്ടി കത്തിപ്പോയുണ്ട്. അതൊക്കെ റെസ്പോൺ പറ്റും കേട്ടോ. അത് ഇപ്പോഴും ഉണ്ട്. മഴ ഇപ്പോൾ പോയി ഗൈസ്. എടുക്കുന്നില്ല. നമ്മളാണെങ്കിൽ ഇത് ഞാൻ റിയലായിട്ട് ഉണ്ടാക്കിയത്. ഇത് ക്രിയേറ്റീവ് ഞാൻ ചെയ്യാം. പിന്നെ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ഇതൊന്ന് രാത്രി ഞാൻ നാളെ മറ്റന്നാളെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നോട് ഇന്ന് ചെയ്തിരിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പിന്നോട് നമ്മൾ കേവിലെത്തി. കേവിലാകുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിച്ചു. ഒരു സെഡ് ലൈഫ്, എൻ്റെ ഷീപ്പ് എല്ലാം പോയി കഴിച്ചു. അവന്മാരിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എന്തെങ്കിലും ഒരു മൂഡ് വേണം. ഇതാ കിടക്കണം എൻ്റെ പീസോട്. അവൻ ചത്തുപോയി. ചത്ത് കഴിച്ചു. ഞാനിപ്പോൾ എന്തൊരു ചെയ്യാൻ വന്നത്. കഴിച്ചു. എൻ്റെ ഇതിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു ചെയ്യാം. അപ്പോൾ ഇത് കുറേ സാധനങ്ങളൊക്കെ കിട്ടി. സാഡിൽ കിട്ടി. എത്ര 5 വാട്ടർ ബക്കറ്റ്, 1 ലാവ, പിന്നെ ഡയമണ്ട് കുറേ കിട്ടി. പിന്നെ സാഡിൽ കിട്ടി. ഗോൾഡ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. ഡയമണ്ട് പിക്കാക്സും കഴിച്ചു. എന്ത് ചെയ്യാനേ. കുതിര കിട്ടുകയാണെങ്കിൽ നമ്മൾ സാഡിലൊക്കെ കഴിച്ച് സെറ്റാക്കും. ഫുൾ പവർ കേവ് ആയതുകൊണ്ടോ കഴിച്ച് ഞാൻ ഇങ്ങനത്തെ ഗോഷ്ടിയൊക്കെ കാണാൻ ചെയ്തിരുന്നത്. കാരണം എവിടെങ്ങാനും കയറി വന്നാൽ കഴിച്ച് എന്തിരിക്കും നമ്മൾ. അല്ലാതെ ക്രീപ്പറങ്ങനെയാണ് പെട്ടിരിക്കുന്നു. എൻ്റെ പിക്കാസ് ഇത്രയോ അയണുണ്ടോ? ഒരു പിക്കാസ് ഉണ്ടാക്കിയാൽ സമയമായി. ഞാൻ ഒരു അയൺ പിക്കാസ് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഇതുണ്ട്. ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ട് അത് എവിടെയാണ് ഇരിക്കുന്നത്. ദേ ഇരിക്കുന്നു 3 അയ്യോ. ഫുഡും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണോ. ഒരു ഡേറ്റൊക്കെ എന്തിനെടുത്ത് വെച്ച് നോക്കാം. ഡയറക്റ്റ് എനിക്ക് കുറേ സ്റ്റാക്ക് ഇതുണ്ടായിരുന്നു ഗൈസ്. നേരെ ഫർമേഴ്സിനകത്ത് കോളൊക്കെ ഇഷ്ടം പോലെ 2-3 സ്റ്റാക്ക് എൻ്റെ ഉണ്ട്. അയ്യോ, എൻ്റെ അകത്ത് കോളില്ല. കോൾ എടുത്തിട്ട് വരാം ഗൈസ്. കോൾ ഇവിടെ ഉണ്ടല്ലേ. 64 സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. ചേച്ചി കുറച്ച് ടോർച്ച് ഓൾറെഡി ശിരമപ്പിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. താൽക്കാലിക എത്ര മാത്രമേ നമ്മുടെ മൈനിങ്ങിലോട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റോൺ പിക്കെക്സ് വെച്ചങ്ങ് തുടങ്ങിയത്. കോളൊക്കെ കിട്ടി. റെഡ് സ്റ്റോൺ കിട്ടി. എല്ലാ മെയിൻ പ്രോബ്ലം പീസ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് വീഴും. സീനേഴ്സ്. അപ്പം ഞാൻ ചാമിട്ട് സാധനങ്ങളെല്ലാം പോകും. പിന്നെ കളക്ട് ചെയ്ത് വെക്കട്ടെ. റെഡ് സ്റ്റോണൊക്കെ എനിക്ക് അത്യാവശ്യം കുറേ കിട്ടി കേട്ടോ. അപ്പോൾ റെഡ് സ്റ്റോൺ കുറേ കിട്ടി. ഇവിടെ കാണാനില്ലേ. റെഡ് സ്റ്റോൺ കാണാനില്ല. അവിടെ കളഞ്ഞ എന്തിനാ ഇല്ല റെഡ് സ്റ്റോൺ. കണ്ണി കുരുവാണെന്ന് എനിക്ക്. കോളും ഉണ്ടാക്കി കിട്ടും. അപ്പം പിന്നെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യും. അയണൊക്കെ ക്രീപ്പർ ക്രീപ്പറിനെ നൈസായിട്ട് തട്ടിയിട്ടുണ്ട്. അവൻ്റെ എൻ്റെ ബുദ്ധി ഉണ്ടാകും. എന്ത് ചെയ്യാൻ. സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ട്. ഞാൻ പെട്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഉണ്ടാടി അത് അയൺ എടുക്കണ്ട ഗൈസ്. അയൺ എന്താ എന്തിനാ കാണാൻ പറഞ്ഞ സ്റ്റിക്ക് ഇച്ചിരി ഉണ്ടാക്കട്ടെ ഗൈസ്.
കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം പിക്കാക്സ് ഒരു 2 അത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ഇരിക്കട്ടങ്ങ്. സ്റ്റോണ് ഒരു പിക്കാക്സ് കത്തിക്കാം. പിക്കാക്സ് ഇട്ടത് ലാപ്പിസ് രസങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അയൺ ഗൈസ്. എത്രയും ദൂരെ ചെയ്യണമെന്ന് ക്രീപ്പർ ഇറങ്ങാൻ ലെവലിൽ പൊട്ടിത്തെറിച്ചാലോ പൊട്ടിച്ചൊട്ട് ഗൈസ്. അപ്പം ഡയമണ്ട് കുറേ കിട്ടിയിട്ടുണ്ട്. പിക്കാസ് ഇപ്പോൾ പൊട്ടും ഗൈസ്. ക്രിപ്പർ കുറേ പൊട്ടും. എൻ്റെ കണ്ട ഗൈസ്. ക്രീപ്പർ ആണെങ്കിലാണ് പൊട്ടിയത്. ഇവമ്മ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഈ പൊട്ടന്മാർക്കാണെങ്കിൽ നമ്മളെ കാണാം. അതേപോലെ സ്കെൽട്ടൺ ആയിരുന്നാലും സോംബി ആയിരുന്നാലും നമ്മളൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ ബുദ്ധി അതുകൊണ്ട് ആദ്യത്തെ വീട് ഈ പശു ഇരിക്കണം കേട്ടോ ഗൈസ്. ഇവിടെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ വീട്. ഞാൻ അതെടുത്ത് ഞാൻ സൈഡിലോട്ടാക്കി വെച്ചു. കാരണം ഇവിടെ ആയിട്ട് ഈ കല്ലെടുക്കണുണ്ട് ഗൈസ്. ഇവിടെ ആയിട്ടാണ് എൻ്റെ വീടിരുന്നത്. അത് പൊട്ടിച്ച് ഞാൻ എണ്ണക്കണം കുറച്ച് വലുതാക്കി കെട്ടിയിട്ടുണ്ട്. ഇത് സത്യമായിട്ടും ഗൈസ് ഇത് ഞാൻ ക്രിയേറ്റീവ് അല്ല ഗൈസ്. ഇത് റിയലായിട്ട് ഞാൻ ചെയ്തതാണ് സത്യമായിട്ടും ഗൈസ്. ഒരു മോര 2 വയറങ്ങാന്ന് വെച്ചാൽ അത് അടുത്തടുത്തായി പോകുന്നു. ഇവിടെ ഇരിക്കട്ടും ഗൈസ്. ഇപ്പം എവിടെ നിന്നെങ്കിലും ഞാൻ ഇങ്ങോട്ടാക്കി പിന്നോടൊരു ഏണിയൊക്കെ വെച്ച് നമ്മണ്ടൊക്കെയാണെങ്കിൽ ആരെങ്കിലും ജോൺ ജീന എന്നും പറഞ്ഞെടുത്തിട്ട് അടിക്കാനേ. ഇത് ഇവിടെ കണ്ട പരിചയം. ഇത് അണ്ടർഗ്രൗണ്ട് അടിപൊളി. എൻ്റെ ബുക്ക് കിട്ടി. നോക്കട്ടെ. ഇതിൻ്റെ ഇമ്പാലിൻ്റെ എഫിഷ്യൻസി 1 ഗൈസ്. ഇതൊക്കെ എൻ്റെ എൻജാൻജിങ് കളക്ഷനാണ്. എന്ത് ചെയ്യാൻ റിച്ചാണ്. അതായത് എന്താ ഇത് ലക്ക് ഓഫ് സിയുടെ ഇത് ലക്ക് ഓഫ് സി എന്നല്ലേ. ഇത് ഫെദർ ഫാലിങ് ഷാർപ്പ്നെസ് പവർ 1. ഇത് ഇമ്പാലിങ് എഫിഷ്യൻസി. ഇത് ഫെദർ ഫാലിങ് എന്തൊക്കെ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഇതാണ് പ്രൊട്ടക്ഷൻ 2 ഷാർപ്പ്നെസ് പവർ 1 ഒക്കെ കിട്ടിയ പവർ പൊളിക്കും ഗൈസ്. രാത്രി ആറായി. ഇപ്പോൾ ജസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരട്ടെ. ചാച്ചിട്ടൊക്കെ വരാം. ടോർച്ചും കിട്ടി. അയൺ ചാർക്കോൾ ഫ്ലിൻ്റ് അല്ലേ ഇത്. സ്റ്റോൺ ഒരു സ്റ്റാക്ക് ഐസ്. പിന്നെ ഇത് പുതിയ എന്തിനൊക്കെ ബ്ലോക്ക് ലാപ്പീസ് രസബിള. അപ്പോൾ ഗൈസ് ഞാനത് രാത്രിയൊന്നും അറിയില്ല. എൻ്റെ അമ്മ വിളിച്ചിരുന്നു ഗൈസ്. പിന്നെ അത് ഞാനത് ചെയ്യണമെന്ന് വെച്ചാൽ എഡിറ്റൊന്നും ചെയ്യില്ല. ഇതെൻ്റെ എഡിറ്റ് ചെയ്യാത്ത വോയിസാണ്. ഞാൻ ചെറിയ സൗണ്ടൊക്കെ കേൾക്കാൻ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇത്തിരി കടന്നുറങ്ങട്ടെ ഗൈസ്. കഥ നമ്മൾ പിക്കാക്സ് അത് പൊട്ടിയിട്ടില്ല. പൊട്ടാൻ കഴിയില്ല. സ്റ്റോൺ പിക്കാക്സ് പൊട്ടില്ല. അങ്ങനെ പൊട്ടുന്നില്ല. അതിന് പൊട്ടിട്ട് കിട്ടും. ഇത് പൊട്ടി. അപ്പോൾ അതിന് നമ്മൾ 2 സ്റ്റോൺ പിക്കാക്സ് കിട്ടി. 2 സ്റ്റോൺ പിക്കാക്സ് അയണാണ് വന്നിട്ട് അടുത്ത കിട്ടി. എൻജാൻഡ് ഇല്ല ഐസ്. എമറാൾഡ് കിട്ടി. എമറാൾഡ് റാറിൻ്റെ അറ്റമല്ലേ ഗൈസ്. എമറാൾഡ് ഗൈസ് മൊത്ത സാധനം ഗൈസ്. എമറാൾഡൊക്കെ കിട്ടി. ക്വാളിറ്റി എന്തൊരു തേങ്ങയാണോ എന്തോ. എന്തൊരു ആൻറ്റിസൈന പൊട്ടറ്റോ വയ്ക്കാം. പിന്നെ ഫ്ലിൻ്റ് എവിടെ കൊണ്ട് അപ്പുറത്തെ ബോക്സിലാണല്ലേ.
ഫ്ലിൻറ്റ് പോയി കുക്കഡ് പൊട്ടാറ്റോ വെക്കാം. കുക്കഡ് പൊട്ടാറ്റോ ഫുഡിന് എനിക്ക് വലുതായിട്ട് ആവശ്യമൊന്നുമില്ല ഗൈസ്. എന്നാൽ ഇനി ഒരിക്കലും ബൂട്ടും കൂടെ ഉണ്ടാക്കണം. ബൂട്ട് ഏതാ ഉണ്ടാക്കേ? ചെസ്റ്റ് പ്ലേറ്റൊക്കെ റെഡി ഗൈസ്. ഞാൻ എൻ്റെ ആർമറാണ് തരാം. ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ്, ഗോൾഡൻ ഇല്ല സോറി ഇത് ശരിയായി സോറി ലെഗിൻസ് ഗോൾഡന്, തൊപ്പിയും ചെരുപ്പും അയണ്, പിന്നെ ഒന്ന് മാത്രം ഡയമണ്ട്. ബാക്കി ഫുൾ ആർമറാണ്. ഞാനത് ശ്രദ്ധിച്ചത്. ഈ അയൺ കൊണ്ട് മറ്റേ ബോക്സിൽ കൊണ്ടുപോയിട്ടിട്ട് ഈ തേങ്ങ എന്തിനാണെന്ന് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയില്ല. ഓട്ടിച്ചോട്ടാണെങ്കിൽ ഈ ചക്ക അനങ്ങുന്നില്ല. അവിടെ നിന്ന് യാറാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം കിട്ടും. ഇത് ഓപ്പണ ഇതെന്തൊരു തേങ്ങയാണ്, എന്തിനാണ് സംഭവമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരെയും നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് തേങ്ങ മനസ്സിലാവും. എന്ത് ക്രീപ്പർ എനിക്കിന്നെ പേടില്ലടാ ക്രീപ്പർ. ഇനി XP ഫാം എല്ലാം വേണോ? ഇങ്ങനെ സ്പോണർ അങ്ങനത്തെ എല്ലാം മണ്ണങ്ങട്ട വേണമെങ്കിൽ ഞാൻ വെട്ടിയിരിക്കും. എനിക്ക് XP എന്തിനാ വലുതായിട്ട് വേണമെന്നില്ല. ഡയമണ്ട് അങ്ങനെ അടുത്ത ഡയമണ്ട് എത്തി. 3 ഡയമണ്ട്. ഇതെന്തൊരു സാധനം? ഗൺ പൗഡർ ഇട്ടി ഫ്ലിൻറ്റ് എൻ്റെ അത് വെച്ചിട്ട് എന്തൊരു ബ്ലോക്കാണോ എന്തോ. എനിക്കറിയാം എൻ്റെ പേര് പോയിട്ട് എനിക്കറിയാം. എന്തൊരു ഡയോ ആ സാധനം ഇവിടെ വെച്ചിട്ട് കോള് ഇത് ഗൺ പൗഡർ. ഫുഡ് അടിക്കാൻ പറ്റുമോ നമുക്കിപ്പോൾ? ഫുഡ് അടിക്കാൻ പോകണ്ടാണ് എൻ്റെ ഇവന്മാർ ഇച്ചിരി ഒന്ന് മാറ്റണമെന്നല്ല, ഒരു ഷെൽട്ടർ ഉണ്ടാക്കണമെന്നൊക്കെ ആയിട്ട് എൻ്റെ പരിപാടി എനിക്കുണ്ട്. സ്റ്റോൺ വെച്ചിൻ്റെ അപ്പം വായിക്കാം. പാവം പിള്ളേർ ചക്കമാർ പേടിച്ച് ഇരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാർ നഷ്ടപ്പെട്ടു പോയപ്പോൾ കിടുകിടോന്ന് പറച്ചിരിക്കും. ഒരു മിനിറ്റ് അവിടെ ഇച്ചിരി കയറി നിൽക്കട്ടു. ഇറക്കി കയറാൻ പറ്റാത്ത ഓക്കെ സെറ്റ്. ഈ സൈസിലേക്ക് നമ്മുടെ എല്ലാം ചിക്കനും ബ്ലോക്ക് വയ്ക്കണം. അത്ര ഉള്ളൂ. ഇനി അങ്ങ് വെച്ചിട്ടില്ല. ഇത് വന്ന് വീണ സീനാണ്. പിന്നെ അറിയാമല്ലോ ഓരോരുത്തർ പ്രൊട്ടക്ഷനൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നന്ദി ഒരു കാണിക്കുള്ള പൊട്ടിച്ചോളട്ട്. ഓക്കെ സെറ്റ്. നീ ഇനി ചാവല്ലോ, പേടിക്കണ്ട മൊത്തം. ഇത് പൊട്ടിച്ചോളട്ട്. സ്റ്റോണും ഇതൊക്കെ വളരെ വെച്ച് ഷെൽട്ടർ വന്നു. ഷീപ്പിനും പശു ഇവർക്ക് രണ്ടാമത്തെ സെറ്റാക്കി. പിന്നെ തറ ഇത് ഞാൻ ഈ ഒരു ബ്ലോഗൊക്കെ ആയിരുന്നു. ഇവിടെ വരെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, പുറത്ര ഉണ്ടായിരുന്നു ഇതൊക്കെ പറയും. പിന്നെ ഞാൻ ഇന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ഒറ്റ അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഓടി 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 എൻ്റെ വീട്ടിലോട്ടേക്ക് ഇങ്ങനെ ഓടണം. പറമ്പ് ഓടണുണ്ടാകും അടുത്ത നിർത്തി. അടുത്ത് മിനി ആയം ഡയമണ്ട് അയ്യനോറ് കുറേ കിട്ടിയിട്ടുണ്ട്. ഡയമണ്ട് അതേപോലെ കിട്ടിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. സ്റ്റോറേജ് ചെയ്തേറെ വേഗം തന്നെ അടുത്ത ജസ്റ്റ് ഉണ്ടാക്കി വെച്ചാലോ നമ്മുടെ
ഉണ്ടാക്കാനൊരു ചെസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. ഇതൊന്നും ഉണ്ടാക്കാൻ ബാരല് മടിയല്ല, അങ്ങനത്തെ തേങ്ങയല്ല. ബാരൽ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് അല്ലാണ്ട് എനിക്ക് ബാരലാണ് വേണ്ടത്. ക്രാഫ്റ്റ് ജസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് സാധാ ജസ്റ്റ് അങ്ങനത്തെ ഒരു മിനിറ്റ് ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ 4 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഉണ്ടാക്കിയ ഇതിലൂടെ 2 ഇവിടെ ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ടോ? ആയിരങ്ങാരം വരെ ഇനി എത്തിയിട്ട് സൈണ് കിട്ടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. റെസ്റ്റോണ് ലാപ്പീസ് ലാസുലി അവസാനം കേസ് അയണ കിട്ടി. ഞാൻ ജസ്റ്റിൻ്റെ അകത്ത് നോക്കിയിട്ട് അപ്പോൾ ഓഫർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കെടുക്കാൻ പറ്റിയില്ല, സമ്മതിച്ചില്ല. ഐസ്വിട്ടേരി സൈക്കോമനൊക്കെ അവനൊക്കെ തുടിക്കാം. അവന് സ്വന്തമായിട്ട് മൊബൈലൊക്കെ വന്നു. നമ്മളൊക്കെ പാവങ്ങളായി. എനിക്കൊരു അവസരം വരുന്നു. അപ്പം ഞാൻ സൈക്കോമാനല്ലേ ലാസ്റ്റ് ഗെയിമേഴ്സ്. അപ്പോൾ ഞാൻ ഒരു പുതിയ മൊബൈൽ എടുക്കും. പിന്നെ ഞാൻ റെഡിയും കോഡ് വെച്ച് മൈൻക്രാഫ്റ്റ് എടുക്കും. റെഡിയും കോഡ് വെച്ച് തന്നെയാണ്. പേടിച്ചിന് പോട്ടു. ഗായ്സ് ഒരു മിനിറ്റ് ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തിനു ചെയ്യണമെന്നൊക്കെ അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി പൊട്ടിക്കുക ഗായ്സ്. അപ്പോൾ ശരി എന്നാൽ ബൈ.